അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫാറൂഖ് ചെറുപ്പശ്ശേരി. എല്ലാവർക്കും റമദാൻ കരീം. വല്ലാത്തൊരു സങ്കടത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ. കാരണം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. നമ്മുടെ പ്രവാസികളാണ് സത്യത്തിൽ നമ്മുടെ നാടിനെ എത്രമാത്രം കെട്ടിപ്പടുക്കാൻ മുൻപന്തിയിൽ നിന്ന ആളുകൾ. പക്ഷേ ഇന്ന് പ്രവാസികൾക്കൊരാവശ്യം വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആരുമില്ലാത്തൊരവസ്ഥയായി. എന്നിവിടെ പറയാൻ കാരണം, റഹീം എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട പ്രവാസിക്കിനി 8 ദിവസം മാത്രമാണുള്ളത്. ഈ 8 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു തുക, ഏകദേശം നമ്മളിനി സ്വരൂപിക്കേണ്ട തുക എന്നുള്ളത് 29,81,52,115 രൂപ എന്തോ ഇനിയും നമ്മൾ സ്വരൂപിക്കേണ്ടതുണ്ട്. ചിന്തിച്ചു നോക്കണം. എനിക്ക് ഈ വിഷയത്തിൽ 2 വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കും. അതുകൊണ്ടാണ്, പ്രത്യേകിച്ചിട്ട് പ്രവാസികളുടെ കാര്യമായതുകൊണ്ട്, ഞാനും ഒരുപാട് വർഷം പ്രവാസി ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് 2 വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിനത് വല്ലാത്തൊരു വിഷമമാകും. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പടച്ചോനെ ഓർത്തുകൊണ്ട് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂടെ നിൽക്കുകയും വേണം. കാരണം നമ്മുടെ നാട്ടിൽ എന്തൊരാവശ്യം വന്നാലും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് പ്രവാസികൾ, അല്ലേ? പക്ഷെ ഒരു പ്രവാസിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ സത്യത്തിൽ പലരും ഈ വിഷയം അത്ര ഗൗരവമായി എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. അത് പറയാൻ കഴിഞ്ഞ എൻ്റെ അനുഭവമാട്ടോ. ഞാനിപ്പോൾ 2-3 ദിവസം മുമ്പ് എൻ്റെ സുഹൃത്ത് ജിൻഷാദ് കല്ലൂർ, അദ്ദേഹം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നുകൊണ്ട്, അതായത് ഈ കൊടും വേനലിൽ ഒരാൾ പോലും ചെയ്യാത്ത ഒരു നന്മ, നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമാണ്. ഇത്രയും കൊടും ചൂടാണ്. ഈ കൊടും ചൂടിൽ ആ മനുഷ്യനൊരു വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതായത് പാവപ്പെട്ട പ്രവാസിക്ക് വേണ്ടിയിട്ട് എനിക്കും എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ദൗത്യം. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അതിനേതായ ഒരു സപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ ജനങ്ങളുടെ അടുത്ത് ഇത് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സങ്കടം. മൊത്തത്തിൽ ഞാൻ പറയട്ടെ, മൊത്തത്തിൽ സോഷ്യൽ മീഡിയയുടെ റീച്ച് മൊത്തം കുറഞ്ഞു കിടക്കുകയാണ്. അത് എന്താ ഇലക്ഷനെ സംബന്ധിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ മൊത്തം റീച്ച് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ റീച്ചൊക്കെ വളരെ കുറവാണ്. വീഡിയോകളൊന്നും എവിടെയും എത്തുന്നില്ല, ഇത്തരം നന്മകളൊന്നും എവിടെയും എത്തുന്നില്ല എന്നത് ഏറ്റവും വലിയ സങ്കടം. ഇവിടെ തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും. ഈ സമയത്തൊക്കെ ചുരുങ്ങിയത് ഒരു 1000 ആൾക്കാരെങ്കിലും കാണേണ്ട ലൈവ് ഇതിപ്പോൾ എത്ര ആൾക്കാരെ കാണുന്നെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ വളരെയധികം റീച്ച് കുറച്ച് സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ ഇത്തരം പറയുന്ന പ്രവാസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണമൊന്നും എവിടെയും എത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജിൻഷാദ് ഇത്രയും എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തപ്പോൾ പോലും നാട്ടിലുള്ള ആളുകൾ പോലും അതിൻ്റെതായ ഒരു സപ്പോർട്ടോ മറ്റു കാര്യങ്ങളോ കൊടുക്കുക. എന്തിനു പറയുന്നത്, എന്തെങ്കിലും ന്യൂസുകൾ ഉണ്ടെങ്കിൽ ഓടി വരുന്ന ന്യൂസ് ചാനലുകൾ പോലും ഈ കാര്യങ്ങൾ പോലും ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവാത്ത സാഹചര്യം നിങ്ങൾ നോക്കണം. പൊതുവെ ന്യൂസുകാരൊക്കെ എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ നോക്കി നടക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ടവൻ പ്രവാസിക്ക് വേണ്ടി ഇങ്ങനെ ഒരു നന്മ ചെയ്യുമ്പോൾ പോലും അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഇവിടുത്തെ ഒരു ന്യൂസ് ചാനൽ ഞാൻ കണ്ടില്ല. ഞാനൊക്കെ എത്രയോ ചാനലുകളെ വിളിച്ചു പറഞ്ഞു. എന്തിന്, തിരുവനന്തപുരം ആ ഒരു പള്ളിയിൽ അന്ന് ഞങ്ങൾ ജുമ നിസ്കരിക്കുന്ന സമയത്ത് എത്രയോ ന്യൂസുകാരവിടെ ഉണ്ടായപ്പോൾ അവരോട് പോലും ഈ വിഷയം പറഞ്ഞപ്പോൾ അവർക്കൊന്നും ഇതിനോട് താല്പര്യമില്ലാത്ത പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. എന്താണ് അതിൻ്റെ കാരണം എന്ന് എനിക്ക്, ഞാൻ അവിടെ ആ പള്ളി അന്ന് ചുരുങ്ങിയതൊരു 6-7 ന്യൂസുകാരുണ്ടായിരുന്നു. 6-7 ചാനലുകാർ ആ പള്ളിയിൽ അവസാനത്തെ ജുമായുടെ ആ ഒരു ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ സമയത്ത് ഞാൻ അവരോടൊക്കെ പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു ത്യാഗം, ഇത് റിപ്പോർട്ട് ആളുകളുടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റും. കാരണം പാവപ്പെട്ട പ്രവാസിക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാമെങ്കിലും ആകുമല്ലോ. കാരണം ഇങ്ങനെ ആൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് എന്താ പറയുക, സഹായിക്കാൻ ഒരു മനസ്സ് കാണിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ ഈ ഓൺലൈൻ ചാനലുകളൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടില്ല എന്നത് ഏറ്റവും വലിയ സങ്കടങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലൊക്കെ ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് പ്രചരിക്കേണ്ടതായിരുന്നു. ഞാൻ അന്ന് ആ പള്ളിയിൽ ഞാൻ അവരോട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം പോലും അവരറിയുന്നത്. 1-2 ആളുകൾ മാത്രം അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ആളുകളൊന്നും ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പ്രിയപ്പെട്ട പ്രവാസികൾ കൃത്യമായി നമ്മളെ നാടിനെ വീക്ഷിക്കുന്നുണ്ട്. ആരൊക്കെ ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടെന്ന് ഓരോ പ്രവാസികളും, ഞാൻ പറയട്ടെ, ഓരോ പ്രവാസികളും ഈ വിഷയം നമ്മുടെ നാട്ടിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവിടുത്തെ മലയാളി സമൂഹം ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് പ്രവാസികൾ വീക്ഷിക്കും. അവർ മൗനം പാലിക്കുന്നത് നോക്കണ്ട. ആരൊക്കെയാണ് പ്രവാസികൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നത് എന്നൊക്കെ ഓരോ പ്രവാസികളും കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർ ശബ്ദിക്കാത്ത എന്തായാലും, അവർ ശബ്ദിച്ചാല് നമ്മുടെ നാട് പട്ടിണിയാവും.
അതുകൊണ്ട് മാത്രമാണ് ഒരു പ്രവാസിയും ഈ വിഷയം ഗൗരവമായിട്ട് നമ്മുടെ മുമ്പിൽ ശബ്ദിക്കാത്തത്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ സമൂഹം, നമ്മുടെ മലയാളി സമൂഹം ഇതിലേക്ക് ശക്തമായി ഇറങ്ങേണ്ടതുണ്ട്. ഇതിലേക്ക് ശക്തമായി ഇറങ്ങിയാൽ മാത്രമേ, കാരണം നിസ്സാരമായ ഒരു എന്താ പറയാ, ഒരു കയ്യപ്പതം എന്ന് വേണമെങ്കിൽ പറയാം. ഏത് മനുഷ്യനും ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കുമല്ലോ. അതിന്റെ പേരിൽ 18 വർഷത്തോളം ജയിലിൽ കടന്നു. ആ മനുഷ്യനെ ശരിക്കും ജീവിച്ച് മരിച്ച ഒരു സാഹചര്യത്തിലായിരിക്കാം. മനസ്സിലായോ? ജീവിച്ച് മരിച്ച ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ആ മനുഷ്യൻ. ഇപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ ഒരു വലിയ ആഗ്രഹം, ഇതിൽ പല ആളുകളും പറയുന്നത് കേട്ടു, ആ ഉമ്മാനെന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തൂടെ എന്ന്. നമ്മുടെ ലൈഫിലാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലാണ് നമ്മളാണ് ഇങ്ങനെ ഒരു അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റിന്റെ പേരിൽ നമ്മളാണ് ജയിലിൽ കിടക്കുക വിചാരിക്കുക. ഈ ഇത്തരം വിമർശനങ്ങൾ നടത്തുന്ന ആളുകളുടെ മനസ്സ് അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാണ്, പ്രവാസികൾക്ക് മാത്രമാണോ ഇങ്ങനെ ഉരുകാൻ പാടുള്ളൂ? എന്ത് നാട്ടിൽ എന്ത് സംഗതി ഉണ്ടെങ്കിലും ഉരുകി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഈ പാവപ്പെട്ട പ്രവാസികൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ എന്ത് വിഷയം ഉണ്ടെങ്കിലും നമ്മളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ടെൻഷനും ഏറ്റവും കൂടുതൽ വേവലാതിയുള്ള ആളുകളാണ് പ്രവാസികൾ. എന്നാൽ പ്രവാസിക്ക് ഒരു ആവശ്യം വന്നാലോ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാൻ പോലില്ല എന്ന് പറയുമ്പോൾ 32 കോടി രൂപ, 32 ലക്ഷം ആളുകൾ 1000 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് ക്ലോസ് ചെയ്തു. നമുക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇത്രയും വലിയ കോടി രൂപ സ്വരൂപിക്കാൻ ഇത്രയും ലക്ഷം ആളുകൾ ഒറ്റക്കെട്ടായിട്ട് 1000 രൂപ എടുത്താൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് അല്ല. എന്റെ പ്രിയ സുഹൃത്ത് അനീഫ്ക്കൊക്കെ ലൈവ് കാണാം. അനീഫ്ക്കൊക്കെ ഇത് പ്രതികരിക്കാൻ വേണ്ടി നിൽക്കുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ മൂപ്പരൊക്കെ ഒരുപാട് കാലം പ്രവാസിയായിട്ട് ജീവിച്ച മനുഷ്യനാണ്. പ്രവാസിയായി ജീവിച്ചവനെ പ്രയാസങ്ങളുടെ വില അറിയുള്ളൂ. ഞാനതൊന്നും പറയണമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഈ പ്രവാസികളുടെ ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവമായിട്ട് ആരും ഇത് കാണുന്നില്ല എന്ന് കാണുമ്പോൾ എന്തെങ്കിലും 2 വാക്കെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ നെഞ്ഞത്തൊരു കുത്തുണ്ടാവും അല്ലെ? അതുകൊണ്ട് പറയാ, ഇനി നമ്മുടെ മുമ്പിൽ കൂടെ 8 ദിവസമുണ്ട്. ഇപ്പോഴും ആകെ എത്ര കോടി രൂപ ആയിട്ടുള്ളൂ? വളരെ ചുരുങ്ങിയ പൈസ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലൈവ് ഒന്ന് മാക്സിമം ഇത് ഷെയർ ചെയ്തുകൊണ്ട് വലിയ സംഭവം ആകാൻ വേണ്ടിയിട്ടൊന്നല്ല. ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഒന്ന് പ്രതികരിച്ചാലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുടെ കണ്ണു തുറന്നാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, നമ്മളെ സംരക്ഷിക്കേണ്ട നേതാക്കന്മാരൊക്കെ ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇറങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ അന്യ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു പൗരനാണെങ്കിൽ ആ നാടിന്റെ ആളുകൾ, ആ നാടിനെ സംരക്ഷിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ആ ജീവൻ രക്ഷിക്കുമായിരുന്നു. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? നമ്മളെ പ്രവാസികളെ മയ്യത്ത് വല്ല പച്ചക്കറിയൊക്കെ തൂക്കണ പോലെ തൂക്കിയിട്ടാ ഇപ്പോഴും നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഞാനൊക്കെ അതിന് വേണ്ടി ഒരുപാട് ശബ്ദം ഉയർത്തി ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളെ പ്രവാസ ലോകത്ത് വെച്ചിട്ട്. എന്തിന് മറ്റുള്ള എന്താ പറയുക രാജ്യക്കാരൊക്കെ സൗജന്യമായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തും മറ്റു കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെ ഇന്ത്യക്കാരെ മയ്യത്ത് ഇറച്ചി തൂക്കണ പോലെ, ആടും മാടിന്റെ ഒക്കെ ഇറച്ചി തൂക്കിയിട്ട് വില പേശണ പോലെ വില പേശിയിട്ടാ ഇപ്പോഴും നമ്മളൊക്കെ പാവപ്പെട്ടവരുടെ, നമ്മളെ പ്രിയപ്പെട്ട പ്രവാസികളുടെ മയ്യത്തൊക്കെ നാട്ടിലേക്ക് കൊണ്ടു. നിങ്ങൾക്കറിയോ, വർഷങ്ങൾക്ക് മുമ്പേ ഞാനും അഷ്റഫ് താമരശ്ശേരി ഇതുപോലെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഒരുമിച്ചിട്ട് ഈ പാവപ്പെട്ടവരുടെ മയ്യത്ത് സൗജന്യമായി നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി. അന്ന് നമ്മളോട് അവിടുത്തെ നമ്മുടെ ഇന്ത്യന്റെ എയർ ഇന്ത്യയുടെ അധികാരികൾ ഒരു മീറ്റിംഗ് വെച്ചു. ഞങ്ങൾ അവിടെ കൃത്യമായിട്ട് അവിടെ UAE-യിലുള്ള മുഴുവൻ എന്താ പറയുക ഇത്തരം പ്രവാസ ലോകത്തുള്ള ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടായി ഇതിനെ സപ്പോർട്ട് ചെയ്ത് GCC മുഴുവൻ സപ്പോർട്ട് ചെയ്ത് വലിയ സംഭവങ്ങളൊക്കെ ആക്കി വന്നതിന്റെ ഇടയിൽ മുമ്പ് രാഷ്ട്രീയം കയറി. മനസ്സിലായോ? അങ്ങനെയാണ് ആ വിഷയം അവിടെ പാളിപ്പോയത്. നമുക്ക് ഒരു 5, 6, 8 വർഷം ബാക്കിലേക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു വലിയൊരു സംഭവമായിരുന്നു അതൊക്കെ. പക്ഷെ അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാലും ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇവിടെ ഇതെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു കുത്തുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ പെരുന്നാളിനെ വരവേക്കാൻ വേണ്ടി നിൽക്കുക. പ്രവാസികൾ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അടുപ്പ് പോകില്ല. പക്ഷെ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് പറയലോ, അവരോട് ആരവിടെ പോകാൻ പറഞ്ഞ്, ഓരോട് ആരവിടെ ജോലി ചെയ്യാൻ പറഞ്ഞൊക്കെ നമ്മൾ വലിയ ഘോരമായിട്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ. ചങ്ങായിമാരെ, നമ്മളെ വീട്ടിൽ അടുപ്പ് പുകയാണെങ്കിൽ ഓരോ പ്രവാസി ഇങ്ങനെ വയർപ്പ് പൊടിയണം എൻ്റെ, എന്നാലും നമ്മുടെ നാട്ടിൽ അടുപ്പ് പുകയുള്ളൂ. പ്രവാസി അങ്ങനെ വിചാരിക്കാണ് ഞങ്ങൾ ഇനി നാട്ടിലുള്ള ആർക്കും ഒന്നും കൊടുക്കണില്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട് പട്ടിന്റെ പരിവട്ടത്തിലേക്ക് പോകും. ഇത് പറയാൻ കാരണം എന്താണോ, നമ്മുടെ മുമ്പിൽ ഒരു പാവപ്പെട്ട പ്രവാസിയുടെ ജീവൻ കടന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്തോളണം. ഇനി കൂടിയ 8 ദിവസമുണ്ട്. പ്രവാസിക്ക് വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും ഇവിടെ കുത്തിന്റെ സുഹൃത്ത് റഷീദൊക്കെ ലൈവ് കാണുന്നുണ്ട്. ഓരൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാനൊക്കെ ഇതിനെ കുറിച്ച് 2 വാക്ക് എന്താ പറയാത്തതെന്ന്. ഒരാഴ്ചത്തോളായിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇതിന്റെ ബാക്കിൽ നമ്മളുണ്ട്.
എന്റെ സുഹൃത്തുക്കളൊക്കെ ഇതിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ട് പല രൂപത്തിലും. പക്ഷെ ഇങ്ങനെ ഒരു ലൈവ് ചിലപ്പോൾ ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ ഇത്രയും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രവാസികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ട മലയാളി സമൂഹമേ, ഓരോ പ്രവാസിയും ഈ വിഷയം അവസാനിക്കുന്നവരെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ നാൾ കഴിഞ്ഞാൽ പെരുന്നാൾ വരിക. ഈ പെരുന്നാൾ ദിവസമൊക്കെ നമ്മളുടെ എന്താ പറയുക യാത്രകളും നമ്മൾ ആഘോഷങ്ങളൊക്കെ അല്പം ചുരുക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പാവപ്പെട്ടവന്റെ ജീവന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോളി. ഞാൻ വീണ്ടും വീണ്ടും പറയണു, പ്രവാസികളുടെ ഒരു വലിയ പരീക്ഷണം നമ്മുടെ മേൽ പതിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാടിന്റെ കഥ അതോ ഗതിയാണ്, ഒരു സംശയം വേണ്ട. കാരണം പല നാട്ടിലും പല സ്ഥലങ്ങളിലും ആ പാവപ്പെട്ടവന് വേണ്ടി ഫണ്ട് ശേഖരണം, പ്രത്യേകിച്ചിട്ട് പ്രവാസികൾ പെരുന്നാൾ ആഘോഷം പോലെ അവരെ ആഘോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ ഈ പാവപ്പെട്ടവന്റെ ജാതിയും മതവും രാഷ്ട്രീയം ഒന്നും നോക്കാണ്ട് അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയോ, നമ്മുടെ നാട്ടില് ഈ പെരുന്നാളിന് വലിയ ആഘോഷങ്ങൾ എവിടെ നിങ്ങൾ കണ്ടില്ല. അതെന്താ അറിയോ, പ്രവാസികളൊന്ന് പിടിച്ചിട്ടാണ് ഇപ്പൊ നാട്ടിൽ അയക്കണുള്ളൂ. അതെന്താ ഓര് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മുടെ നാട്ടുകാർ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നോക്കുന്നുണ്ട്. ഇത് സങ്കടം വന്ന കാര്യം തരും. ഈ അവസാനത്തെ ഒരു റമദാന പവിത്രമായ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയുടെ ആ ഒരു ജുമാ നിസ്കാരത്തില് ഈ പാവപ്പെട്ട റഹീമിന്റെ വിഷയം എല്ലാ മഹല്ല് ഖത്തീബന്മാരും അതിന് കുറ്റം പറഞ്ഞ ആളുകൾ ഉണ്ടാവും കേട്ടോ. ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തില്ല, ഞാൻ മൊത്തടക്കി പറയില്ല, എങ്കിലും എന്റെ വിഷമം പറയാറോ. എല്ലാ പള്ളികളിലും അവസാനത്തെ ഒരു ജുമാക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു പാവപ്പെട്ട പ്രവാസിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റെങ്കിലും നമ്മുടെ പണ്ഡിതന്മാർ സമയമെടുത്തിരുന്നെങ്കിൽ അന്നേ ദിവസം ചുരുങ്ങിയത് 5 കോടി രൂപയെങ്കിലും നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കുമായിരുന്നു. സത്യമല്ല ഞാൻ പറഞ്ഞത്. കാരണം മലയാളി വിചാരിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഈ ലൈവ്, ഞാൻ പറയുന്ന ഈ ലൈവ് 100% നിങ്ങൾക്ക് ബോധ്യപ്പെടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. എനിക്ക് വേണ്ടി ആരും ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇത് കേട്ടിട്ടെങ്കിലും ഏതെങ്കിലും ആൾക്കാരെ കണ്ണൊന്ന് തുറന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ പൈസക്കാരുള്ള നാടാണ് നമ്മുടെ നാട്. എനിക്ക് ബഹുമാനപ്പെട്ട എം എ യൂസഫ് അലി അവരോട് ഒരു കാരുണ്യത്തിന്റെ നിറകുടമായ മനുഷ്യനോട് ഒരു കാര്യം പറയണം. എന്താ, നിങ്ങൾ വലിയ ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യനാണ്. ഒരു പക്ഷെ നിങ്ങളുടെ അടുത്ത് ഈ വിഷയം എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഞാൻ പറയുന്നു, ആ പാവപ്പെട്ടവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, ഒരു സംശയമുണ്ട്. പിന്നെ സൗദി ഗവൺമെന്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഹാൻഡിലുള്ള നല്ല പവറുള്ള മനുഷ്യനല്ല നിങ്ങൾ. നമ്മുടെ മലയാളികളുടെ അഭിമാനമായിട്ടുള്ള മനുഷ്യനാണ് നിങ്ങളൊക്കെ ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ആ പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു വലിയ ദൗത്യം, അതിലേക്ക് നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഒന്ന് ഇറങ്ങി. ഒരു ജീവനല്ലേ, ജീവൻ എടുക്കാൻ എളുപ്പം അല്ലേ, അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ തമാശ രൂപത്തിൽ കളിയാക്കുന്ന ബോച്ചെ അല്ലേ, എന്തോ ആയിക്കോട്ടെ, അയാൾ എന്ത് കോമാളിത്തരം എന്തോ കാട്ടിക്കോട്ടെ, നമ്മളൊക്കെ എന്താ പറയാ, അയാൾ ചിലപ്പോൾ കോമാളിയെ പോലെ കാണാറുണ്ട്. പക്ഷെ അയാളെ മനസ്സ് നല്ലതാ. അയാളെ എല്ലാ സ്ഥാപനത്തുനിന്നും 50% അങ്ങനെ എന്തോ, അയാൾക്ക് എത്രയോ സ്ഥാപനങ്ങളുണ്ടല്ലോ. അയാളെ മുഴുവൻ ചെമ്മന്നൂര് ജ്വല്ലേഴ്സിൽ നിന്നും അവരുടെ സ്റ്റാഫിന്റെ ഒരു വലിയ വിഹിതം ശമ്പളം കൊടുക്കുന്ന, അയാൾ കൊടുക്കുന്ന പൈസക്ക് പുറമെ അയാളെ അതേപോലെ സ്റ്റാഫുകളുടെ ശമ്പളം പോലും അയാൾ കട്ട് ചെയ്തിട്ട് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനൊക്കെ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട മനുഷ്യനാണ്. അയാളെ നമ്മൾ എന്ത് കോമാളി ആക്കിക്കോട്ടെ കേട്ടോ, അയാളെ ഇസ്സത്ത് നല്ല മനസ്സാണ് അല്ലെ, അയാളെ നല്ല മനസ്സാണല്ലോ. അങ്ങനെ ഇവിടെ ഓരോരുത്തരും അവിടെ വിചാരിച്ചാല് നമുക്ക് പൈസയൊക്കെ പെട്ടെന്ന് സ്വരൂപിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സ് വെക്കണം. നമ്മളെ ആഘോഷം ഒന്നാണ് ചുരുക്കണം. നമ്മളൊന്നാണ് ചുരുക്കിയിട്ട് നമ്മളൊന്നാണ് ആഘോഷിച്ച നമ്മൾ അൽഹംദുലില്ലാ പാവപ്പെട്ടവർ രക്ഷപ്പെടും. പിന്നെ ചിലവർ ചിന്തിക്കേണ്ട ഇത്രയും വലിയ കോടികളൊക്കെ കൊടുത്തിട്ട് ജീവിച്ചിട്ട് എന്താണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെ ഇടയിൽ എടുത്ത് പറയണെന്താരോ, പല കാര്യങ്ങൾ കേട്ടതുകൊണ്ടാണ് വരണത്. അവരെ പോലത്തെ ആൾക്കാരുള്ളതുകൊണ്ടാണ്, അതായത് പ്രത്യേകിച്ച് പ്രവാസികൾ ഉള്ളതുകൊണ്ടാണ് നമ്മളെ കുടിയിൽ 3 നേരം ഇങ്ങനെ ഉരുന്ന് മുണുങ്ങണത്. മനസ്സിലായോ? അവരാണ് ചിന്തിക്കുകയാണ് നാളെ മുതൽ ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ വട്ടച്ചെടികൾ അയച്ചു കൊടുത്താന്ന് ഓനാണ് ചിന്തിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? അങ്ങനെ ചിന്തിക്കാലോ ഒരിക്കൽ. നമ്മളെ മൂസാക്ക ഒരു വാക്കും അവരുടെ നാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി തീർച്ചയായിട്ടും മൂസാക്ക ഞാൻ അടക്കി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത, ഇതിന്റെ ഗൗരവം അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സങ്കടം. കാരണം ഇതിനെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോൾ പോലും ഇവർ അന്തം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കേ. അപ്പോ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ അതുപോലെ മറ്റ് ഇത്തരം മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ. ഓരോരുത്തർ പറ്റുന്ന രൂപത്തിലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് വാ തോരാണ്ട് സംസാരിക്കട്ടെ. പൊതുവെ ഞാനൊരു കാര്യം പറയാം, പൊതുവെ ഈ ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയയുടെ ഒക്കെ റീച്ച് അത് വളരെ ഡൗൺ ആക്കി വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. അത് നിങ്ങൾ മൊത്തത്തിൽ നോക്കി എനിക്ക് അറിയാൻ പറ്റും.
ഈ ലൈവൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്താൽ ആളുകളുടെ അടുത്ത് എത്തും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഡൗൺ ആയി പോകും. ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തന് ഒരു ചിന്ത തോന്നിയാൽ ശരിയാണ്, അവൻ പറഞ്ഞത് കുറച്ചെങ്കിലും ശരിയാണെന്നുള്ളൊരു ചിന്ത തോന്നിക്കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു ജീവനല്ലേ. ഒരു മിനിറ്റ്. ആ ഷുക്കൂർ ഭായി, ഞാനിവിടെ ചെറുപ്പശ്ശേരി ഉണ്ട് കേട്ടോ. ഞാൻ ടൗണിലുണ്ട് വരാം. ഞാൻ ചെറുപ്പശ്ശേരി ഉണ്ട്, ഞാൻ ലൈവിലാണ്. ചെറുപ്പശ്ശേരി ഉണ്ട് കേട്ടാ. ഇവിടെ ഉണ്ട്, ടൗണിലുണ്ട്, ചെറുപ്പശ്ശേരി ഉണ്ട്. ഞാൻ നോമ്പ് പറഞ്ഞിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ഞാൻ നോമ്പ് പറഞ്ഞ കടയിലുണ്ടാവും. ഞാൻ വിളിച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടാവും. ഫോൺ കൊടുക്കും. ഞാൻ ലൈവിലാ. അപ്പൊ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണ് തുറന്നേ പറ്റുള്ളൂ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ കേരളക്കരയിലുള്ള മലയാളി സമൂഹം. അന്യ സംസ്ഥാനക്കാരെ ഇപ്പം നമുക്ക് അറിയില്ലല്ലോ, അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല എന്ന്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ നന്മയുള്ള ആളുകൾ ഈ 34 കോടി രൂപ സ്വരൂപിക്കാൻ 34 ലക്ഷം ആൾക്കാർ 1000 രൂപ ഇൻറ്റു 24 കോടി അത്രയേ ഉള്ളൂ. അങ്ങനെ എടുത്താൽ മതി, സംഗതി ക്ലിയർ ആവും. പക്ഷെ അത് എടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. നമ്മുടെ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാനത്തെ നാൾ കഴിഞ്ഞ പെരുന്നാളിന്റെ ആ പവിത്രമായ ആഘോഷത്തിൽ ഓരോ പള്ളികളിലും ഈ പാവപ്പെട്ടവന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണം നടക്കട്ടെ. ഞാൻ വീണ്ടും പറയണം, ഇത് പരാജയപ്പെട്ടാൽ, ആ ജീവൻ നഷ്ടപ്പെട്ടാൽ പ്രവാസികളുടെ ഒരു വലിയ ശാപം നമ്മുടെയൊക്കെ മേലുണ്ടാവും. അത് നമ്മുടെ മേലിൽ പതിക്കരുത്. അതുകൊണ്ടാണ് പറയണത്. ഞാൻ സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് ആരും എന്നോട് ദേഷ്യമൊന്നും വേണ്ട. എനിക്ക് തോന്നിയ കാര്യം സത്യമാണെങ്കിൽ ഞാൻ ഇതുപോലെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആളാണ്. ഞാൻ വീണ്ടും പറയണു, നിങ്ങൾ എഴുതി വെച്ചോളി, ഈ ഒരു റെക്കോർഡ് എടുത്ത് വെച്ചോളി. പ്രവാസികൾ ഒന്നടങ്കം മലയാളി സമൂഹത്തെ ഉറ്റുനോക്കുകയാണ്. എന്തിനറിയോ? നമ്മൾ എന്താ കാട്ടണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ പാവപ്പെട്ടവന്റെ ജീവൻ നഷ്ടപ്പെട്ട, ഞാൻ നിങ്ങളോട് എഴുതി വെച്ചോളി, പ്രവാസികൾ നമ്മളെ നാടിനൊന്ന് പരീക്ഷിക്കും. അത് ഞമ്മക്കൊക്കെ താങ്ങണീൻ്റെ അപ്പുറമായിരിക്കും. അന്ന് എനിക്ക് പറയാനുള്ള എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം ഉയർത്തിക്കൊണ്ടില്ലേ, അതിനോട് മാറ്റി നിർത്തുകൊണ്ടിരിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും 10-12 കൊല്ലം പ്രവാസി ആയതുകൊണ്ട് പറയണം. ഇനി ആ പെരുന്നാളിൻ്റെ ദിവസമെങ്കിലും നമ്മുടെ കേരളക്കരയിൽ മുഴുവൻ ഈ പാവപ്പെട്ട റഹീമിന് വേണ്ടിയിട്ട് ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ ഒരു ചെറിയ ഫണ്ട് ശേഖരണം നടക്കട്ടെ. അവൻ രക്ഷപ്പെടട്ടെ. അവൻ്റെ കുടുംബത്തെ കാണി നമ്മളൊക്കെ കാണാനുള്ള എന്താ പറയുക ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും ഇസ്സത്തൊക്കെ ആ പാവപ്പെട്ടവൻ ഉണ്ടാവട്ടെ. ഈ 18 കൊല്ലം അവൻ അനുഭവിച്ച വേദനയോളം വരില്ല ഇതൊന്നും. ശരിക്ക് ആ പാവപ്പെട്ടവനെ ഇനിയൊന്നും തൂക്കിലേറ്റേണ്ട ഒരു ആവശ്യമില്ല. കാര്യം 18 കൊല്ലം കൊണ്ട് ആ പാവപ്പെട്ടവന് അനുഭവിച്ച വേദന എത്ര മാത്രമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ ഇങ്ങനൊരു ശിക്ഷ ശരിക്ക് റഹീമിനെ സംബന്ധിച്ചോളം ശിക്ഷയാവില്ല. അത്രത്തോളം വേദന ആ പാവപ്പെട്ട അനുഭവിച്ചിട്ടുണ്ടാവും. ഇത്രയൊക്കെ പറഞ്ഞു. ആര് കേൾക്കും, ആരൊക്കെ കാണണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക, ഷെയർ ചെയ്യണോ, കാണണോ, എന്തെങ്കിലും സഹായിക്കണോ എന്നൊക്കെ. പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതിലൊന്നും രാഷ്ട്രീയവും മറ്റു ഒരു കാര്യം കാണണ്ട. ഇതിൽ നന്മയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നന്മയായി കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണ്ട. ആ പാവപ്പെട്ടവനെ ഓർത്തിട്ട്, ആ പാവപ്പെട്ടവൻ്റെ ജീവനെങ്കിലും ഓർത്തിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ റഹീമിന് വേണ്ടിയിട്ട് ശബ്ദം ഉയരട്ടെ, റഹീമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഒപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന പ്രിയപ്പെട്ട ജിൻഷാദിന് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും പറ്റുന്ന പോലൊക്കെ കട്ടൊക്കെ കൂടെ നിൽക്കും ചെയ്യുമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.